ഇത് നമ്മുടെ ഒരു 32 ഇഞ്ച് ടി വിയിൽ വരുന്ന കോമൺ ഡിസ്പ്ലേ ഉണ്ട്. അതിൻ്റെ കംപ്ലൈൻ്റ് ആണില്ല. പകുതിയിൽ പടമുണ്ട്, അതിന് കറക്റ്റായിട്ട് പടമുണ്ട്, പക്ഷേ അവിടെ ഫുള്ള് ലൈനുകളാണ്. ചിലപ്പോൾ വൈറ്റ് സ്ക്രീൻ അടിച്ച് നിൽക്കും സ്ക്രീൻ ഉണ്ട്, അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ വൈറ്റ് ആയിപ്പോവും. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞത്. കസ്റ്റമറിന് ഡിസ്പ്ലേ മാറേണ്ടി വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിസ്പ്ലേ മാറേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഡിസ്പ്ലേനെ റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലൈൻറ്റ്. കുറച്ച് നേരം ഓണാവും, പിന്നെ വൈറ്റ് ആവും, പിന്നെ സ്ക്രീനിൽ ഫുള്ള് ലൈനുകളാവും. ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ നമ്മളത് അഴിച്ച് നോക്കുന്ന സമയത്ത് നമുക്കിത് റിപ്പയറബിൾ ഡിസ്പ്ലേ ആണ് ആ ബ്രാൻഡ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളതിൽ വരുന്ന 2 കോപ്പൈസുകളും ഡാമേജ് ആയിരുന്നു. അത് രണ്ടും നമ്മൾ ബോണ്ടിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് ആ കാണുന്നത്. നമ്മൾ 2 കോപ്പൈസി മാറ്റിയുണ്ടല്ലേ, അപ്പോൾ ആ ഫുള്ള് ലൈനായി കിടക്കുന്ന ആ പാനലിനെ ഡിസ്പ്ലേനെ നമ്മൾ പക്ക പടാക്കി. പൊറ്റോ ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല, വൈറ്റ് സ്ക്രീൻ ഒന്നുമില്ല. ആ ഡിസ്പ്ലേനെ നമ്മൾ പക്ക പടാക്കി. നല്ല പിക്ചർ ക്ലാരിറ്റി ഉണ്ടത്, അടിപൊളി പിക്ചർ ഡെപ്ത് ആണത്. ഓക്കെ, ഇതായിരുന്നു കസ്റ്റമർ പറഞ്ഞ കംപ്ലൈൻറ്റ്. ഡിസ്പ്ലേ മാറണം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ വന്നതായിരുന്നു, പക്ഷേ നമ്മൾ പറഞ്ഞ് ഡിസ്പ്ലേ മാറേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് അതിനെ റിപ്പയർ എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ.